സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ അടച്ചിട്ട വാതിലിലേക്ക് വളരെ നേരം നോക്കിയിരിക്കും. നമുക്കായി അത് തുറന്നു കാണില്ല. സ്വയം പ്രോത്സാഹിപ്പിക്കുക, സ്വയം വിശ്വസിക്കുക, സ്വയം സ്നേഹിക്കുക. നിങ്ങൾ ആരാണെന്ന് ഒരിക്കലും സംശയിക്കരുത്. മറ്റൊരു ലക്ഷ്യം വെക്കുന്നതിനോ പുതിയ സ്വപ്നം കാണുന്നതിനോ നിങ്ങൾക്ക് ഒരിക്കലും പ്രായമായിട്ടില്ല. ഉത്സാഹം നഷ്ടപ്പെടാതെ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് നടക്കുന്നതാണ് വിജയം. നിങ്ങൾക്ക് ആത്മാർത്ഥമായി എന്തെങ്കിലും വേണമെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. പരാജയം വിജയത്തിന് രസം നൽകുന്ന സുഗന്ധ വ്യഞ്ജനമാണ്. സന്തോഷം, ക്രോധം, ദുഃഖം, ഉത്കണ്ഠ, വെറുപ്പ്, ആശ്ചര്യം എന്നിവ ഒരേപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന 6 വികാരങ്ങളാണ്. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകുക. നിങ്ങൾ സങ്കല്പിച്ച ജീവിതം നയിക്കുക. കുറ്റം കണ്ടെത്തരുത്, പ്രതിവിധി കണ്ടെത്തുക. ആർക്കും പരാതിപ്പെടാം. അവസാനം ശത്രുക്കളുടെ വാക്കുകളല്ല, സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ് നമ്മൾ ഓർക്കുക. ജീവിതത്തിൽ ഉള്ളത് നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നമുക്ക് ഒരിക്കലും തികയില്ല. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്താൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അതിന് ശക്തനാണ്, കൂടുതൽ പരിചയസമ്പന്നനാണ്. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. ഒരുവന്റെ ധൈര്യത്തിന് ആനുപാതികമായി ജീവിതം ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ കൊയ്യുന്ന വിളവെടുപ്പിനെ വിധിക്കരുത്, മറിച്ച് നിങ്ങൾ നടുന്ന വിത്തിനെ അടിസ്ഥാനമാക്കിയാണ്. വ്യക്തമായി അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനോ വിധി കൽപ്പിക്കാനോ പോകരുത്. മനഃശാസ്ത്രം അനുസരിച്ച് സ്ത്രീകൾ ഉപദേശങ്ങൾ നൽകാനും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇത് രണ്ടും ചെയ്യുന്ന ആളുകൾക്ക് സ്ത്രീകളുടെ മനസ്സിൽ അവർ സ്ഥാനം നൽകുന്നു. ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ പോലും നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എന്നും ഒറ്റയ്ക്കായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.